ഹലോ ഗൈസ്, നമസ്കാരം. ഇതാണ് നമ്മുടെ ക്യാമ്പർ വാൻ. ക്യാമ്പർ വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വണ്ടിയോട് കൂടി തന്നെ ഇതിനകത്ത് നമ്മൾ ഒരു വീട് പോവാണ്. അപ്പോൾ അതിൻ്റെ ആകെ എങ്ങനെയാണ് ഇത് കൂടുതൽ കാണിക്കേണ്ട കാര്യം ഇതിൽ ഇവിടെയൊക്കെ രാജ്യങ്ങളിലൊക്കെ ഉള്ള ഒരു 90% ആൾക്കാർക്കും അറിയാം. പക്ഷേ അറിയത്തില്ലാത്തവർ ഇപ്പോൾ നമ്മളോടുണ്ട്. ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. ഇത് ഈ വണ്ടി ഹയർ ചെയ്യുന്ന കമ്പനിയുടെ പേരാണ് അപ്പോളോ. ഇതാ ബെൻസിൻ്റെ അടിപൊളി വണ്ടിയാണ്. ഇതാണ് ഇതിൻ്റെ ഔട്ട് സൈഡ്. ഇത് മെൽബണിൽ നിന്ന് വന്ന വണ്ടിയാണ്. മെൽബണിൽ നിന്ന് നമ്മുടെ സുഹൃത്ത് നമ്മളെ കാണാനായിട്ട് ഇവിടം വരെ വണ്ടി ഓടിച്ചിട്ട് പോകുന്നു. മെൽബണിൽ ഇവിടം വരെ ഏകദേശം 3700 കിലോമീറ്ററാണ്. അത്രയും കിലോമീറ്റർ ഓടിച്ചാണ് അവർ വന്നേക്കുന്നത്. ഗ്യാസ് കുറ്റിയുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, വെള്ളമുണ്ട്. വെള്ളം ഫില്ല് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇതാണ് വെള്ളം. നമ്മൾ വേറെ സ്ഥലത്ത് നമ്മൾ ഫില്ല് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് കൂടെ നമ്മൾ ഈ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ വെള്ളം ഫില്ല് ചെയ്യുന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് ഫില്ല് ചെയ്യാം. ഇതിനകത്താണ് LPG ഗ്യാസ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ പവർ കുത്തുന്ന സ്ഥലം. നമ്മളെവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ പവർ ലൈൻ കുത്താനുള്ള സംവിധാനം ഉണ്ടാകും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അത് പവർ കുത്തി കഴിഞ്ഞാൽ ഫുൾ പിന്നെ നമ്മുടെ വണ്ടി വർക്ക് ചെയ്യുന്നത് പവറിൽ ഈ ഇലക്ട്രിക് ലൈനിലായിരിക്കും. ഇതാണ് ഇനി നമ്മുടെ അകത്തേക്ക് കയറുന്ന വഴിവ. ഇങ്ങനെ ഒരു സ്റ്റെപ്പുണ്ട്. വാ, അടിപൊളി. ഇത് ഒരു ഡൈനിങ് ഏരിയ ആണ്. അതുപോലെ ഇത് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ കിച്ചൺ. ഗ്യാസിൻ്റെ 3 ബർണറുള്ള കിച്ചണാണ് ഇതിൻ്റെ അകത്തുള്ളത്. സോറി, സ്റ്റവ് ആണുള്ളത്. ഇത് ഗ്യാസാണ്, LPG ഗ്യാസാണ്. ഇവിടെ പാത്രം കഴുകാനുള്ള സംവിധാനങ്ങൾ, പവർ പോയിന്റ്. ഇത് മുകളിൽ കണ്ടോ വലിയ AC ഉണ്ട്, എയർ കണ്ടോ. ഇത് പക്ഷേ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വർക്കാകില്ല. അത് നമ്മൾ പവർ ലൈനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള AC ആണ്. മറ്റേ വണ്ടി ഓടിക്കുമ്പോൾ AC വേറെ ഉണ്ട്. ഇത് മുകളിൽ നമ്മൾ കട്ട്ലറി വെക്കാനുള്ള സ്ഥലം, മൈക്രോവേവ്, TV. ഇവിടെയാണ് ഇതിൻ്റെ കൺട്രോളുകൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇതിന് ഓരോന്നിനും സെപ്പറേറ്റ് നമ്മുടെ വീട്ടിലൊക്കെ മെയിൻ സ്വിച്ച് പോലത്തെ ഉള്ള പവർ ലൈൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇത് 6 പേർക്ക് കിടക്കാവുന്ന വണ്ടിയാണ്. ഈ 2 ബെഡാണ്. ഇത് 2 പേർക്ക് കിടക്കാനുള്ള സെറ്റപ്പാണത്. ഇത് നമ്മൾ പക്ഷെ വണ്ടി ഓടുമ്പോൾ നമ്മൾ ഒരിക്കലും കടന്നുകൊണ്ട് പോകാൻ പാടില്ല എന്നാണ് നിയമം. പക്ഷേ ഇവിടെ ഒരു മെയിൻ ഒരു AC വെൻ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ 2 പേര് കിടക്കുന്നു. ഇനി നമുക്ക് മെയിനായിട്ടുള്ള ടോയ്ലറ്റാണ്. ടോയ്ലറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ടോയ്ലറ്റും ഷവറും ഉണ്ട്. ഇത് പറഞ്ഞാൽ ഇത് ടോയ്ലറ്റ്, അപ്പുറത്തേക്ക് കയറി കഴിഞ്ഞാൽ ഷവർ. നമുക്ക് ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജുണ്ട്. അതുപോലെ ഇതിൻ്റെ അടിയിൽ ചെറിയ ഇതുണ്ടല്ലേ, നമ്മുടെ ഓവനുണ്ട്. അപ്പം നമ്മൾ പുറകെ 2 പേർ കിടക്കാവുന്ന ബെഡ് കണ്ടു. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി താഴോട്ട് ഫുള്ള് ചെയ്ത് ഇതാണ് 2 പേർക്ക് കിടക്കാവുന്ന മറ്റേ സംവിധാനം. പിന്നെ ബാക്കി 2 പേര് കിടക്കുന്നത് മുകളിൽ ഇവിടെ ഉണ്ട്. വണ്ടിയുടെ മുകളിൽ ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന ഭാഗം ഇതാണ്. അവിടെയാണ് 2 പേര് കിടക്കുന്നത്. പിന്നെ ഇത് ഡ്രൈവർ സൈഡിലേക്ക് കയറുന്ന ഭാഗം. നമ്മൾ ഡ്രൈവർ ക്യാബിലേക്ക് പോവാണ് കേട്ടോ. ഇത് നോർമൽ കാർ ലൈസൻസിൽ ഓടിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ലൈസൻസ് ഒന്നും വേണ്ട, ഹെവി ലൈസൻസ് ഒന്നും വേണ്ട. നല്ല അടിപൊളിയാണ്. നമ്മൾ വണ്ടിയിലിരിക്കുമ്പം അല്ലെങ്കിൽ ഓടിക്കുമ്പോൾ ഇത്രയും വലിയൊരു വണ്ടിയാണ് നമുക്ക് തോന്നത്തില്ല, ആ ഫീൽ ചെയ്യത്തില്ല. നല്ലൊരു ഡ്രൈവിംഗ് കംഫർട്ടുണ്ട്, കുഴപ്പമില്ല. മുമ്പ് 2 പേർക്ക് ഇരിക്കാം, ഈ പുറകിൽ 4 പേര്. അങ്ങനെയാണ് മൊത്തം 6 പേര് വണ്ടിയിലിരിക്കുന്നത്. 6 പേരുടെ ഇത് 6 പേരുടെ ഉണ്ട്, 2 പേരുടെ ഉണ്ട്, 4 പേരുടെ ഉണ്ട്. അപ്പം നമ്മുടെ ആവശ്യാനുസരണം ഇത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ MJ ബ്ലോഗിൻ്റെ ഈ ചെറിയ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അതുപോലെ നിങ്ങൾ ചെയ്തു തരുന്ന എല്ലാ പ്രോത്സാഹനത്തിനും ഞാൻ വളരെ ഹാപ്പിയാണ്. നിങ്ങളുടെ ലൈക്സിനും അതുപോലെ കമൻറ്റിനും തംസപ്പിനും ഞാൻ വളരെയധികം നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളില്ലെങ്കിൽ ഞാൻ ഈ ചാനൽ പണ്ടേ നിർത്തണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, പ്രത്യേകിച്ച് നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്.